ഇപ്പോൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറയും. നമ്മൾ ചിന്തിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. അപ്പം നമ്മുടെ ഈ സാധാരണ വീട്ടിലുള്ള സ്ത്രീകളാണേലും പുരുഷന്മാരാണെങ്കിലും സാധാരണക്കാരാണേലും അല്ല ആരെയും ആകട്ടെ, അവരിത് കാണുകയും അവരോർക്കും ശരിയാണല്ലോ, ചിന്തിക്കുന്നത് ശരിയാണല്ലോ, ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്നിങ്ങനെ ചിന്ത ഉണ്ടാകും. ഇതിങ്ങനെ നമ്മുടെ മനസ്സിനെ മാറ്റി ചിന്തിക്കാൻ ഒരിടയാകും. ഒന്നെങ്കിൽ പണം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധമായിരിക്കാം, കുട്ടികളെ വളർത്തുന്ന ഏതുമാകട്ടെ. ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് മാറിയിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെ പോലെ പൊട്ടക്കിണത്തിൽ കിടക്കുന്ന തവളയെ പോലെയല്ല ഇപ്പോൾ ഉള്ള മനുഷ്യർ. ഇപ്പം അവരെ കുടുംബജീവിതത്തിലാണെങ്കിലും ഒക്കെ മാറ്റി ചിന്തിക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിവായി പോരാനും ഒക്കെ ഒന്ന് പഠിച്ചു എന്ന് വേണം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്ന കുറച്ചൊക്കെ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാം ഇല്ലേ. ഒത്തിരി മാറ്റം വന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർ പറയുന്നത് കേട്ടിട്ട് ശരിയാണ്, അല്ലെങ്കിൽ ഇന്നവരുടെ വീഡിയോ കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു ഇല്ലേ, ഇങ്ങനെയൊക്കെ സമ്പാദിക്കണമായിരുന്നു ഇല്ലേ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള ചിന്തകൾ വന്നു. അതൊരു നല്ലതായിട്ട് നമുക്ക് കണക്കാക്കാം ഇല്ലേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വരുത്തുക. 2026 ജനുവരി വരുമ്പോഴത്തേനും നമുക്ക് ആ വർഷം ഒരു നല്ല വർഷമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം ഇല്ലേ. നല്ല കാര്യങ്ങൾ, നല്ലവർ പറയുന്ന നല്ല കാര്യങ്ങൾ കേൾക്കുക. വേദനിപ്പിച്ച ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങളും അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പാടുകളും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നും നമുക്ക് പറ്റും പോലെ മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്ത് ആരോഗ്യവും ഒക്കെ നോക്കി, ഏറ്റവും വിലപ്പെട്ടതാണ് ആരോഗ്യം, അതും ഒക്കെ നോക്കി കുറച്ച് സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച് അതിന് വേണ്ടിയിട്ട് 1% ഓരോ ദിവസങ്ങളും ശ്രമിക്കുക. അതിലൂടെ മുന്നേറുക. അതാണ് ഈ 2026 നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ശരിയാണോ എന്ന് ചിന്തിച്ച് നോക്കി, എന്നിട്ട് നമ്മൾ മാറുക. നമ്മൾ മാറാതെ പറ്റില്ല. ഇങ്ങനെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും വേണം.